ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് നിനക്കറിയുമോ ആയിഷ? ആയിഷ, നിനക്ക് അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് അറിയുമോ ആയിഷ? ജീവിതത്തിൽ പലപ്പോഴും സുഖരസങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് ജീവിക്കുന്ന ഈ അഭിനവയുഗത്തിലെ സഹോദരങ്ങളോടാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പരലോകത്തിന്റെ ദിവസമുണ്ടല്ലോ, ഇതിനേക്കാൾ ഭീമാകാരമായ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇനിയില്ല സഹോദരങ്ങളെ. ഹബീബായ തങ്ങൾ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളെ പോലും തന്റെ തലമുടികളെ നരച്ചു പോകുന്ന, പൂർണ്ണ ഗർഭിണികൾ പോലും മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ചു കളയുന്ന ഭീമാകാരമായ ദിവസത്തെ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ വാപ്പാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ജഹന്നമ എന്ന നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു പാലം സ്ഥാപിക്കുകയാ. ഭീമാകാരമായ പരലോകത്തേക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഹൃദയത്തെ നിങ്ങൾ ഒന്ന് കൊണ്ടുപോകും വാപ്പാ. ആരാ സഹായിക്കാനുള്ളത്? ആരാ ചേർത്തു പിടിക്കാനുള്ളത്? ആരാണൊരു സമാധാനത്തിന്റെ വാക്ക് പറയാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ജഹന്നമിന്റെ മുകളിലൂടെ അല്ലാഹു ഒരു പാലം സ്ഥാപിക്കുകയാ. മുഹമ്മദിന്റെ സമുദായമാണ് ആയിഷ, എന്റെ സമുദായവും ഞാനുമാണ് ആ സിറാത്തിന്റെ പാലത്തിലൂടെ ആദ്യമായി കടന്നു പോവുക. ആ സമയത്ത് പ്രവാചകന്മാർക്കല്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ അവകാശമില്ല. പ്രവാചകന്മാർ പോലും പറയുന്ന വാക്കെന്തെന്നറിയുമോ? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ, അല്ലാഹുവേ രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് സ്വന്തം നഫ്സിന്